ഞാൻ ഇനി ഇടുന്ന വീഡിയോസിന് കുറച്ച് തട്ടുമുട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും. നമ്മുടെ മേലത്തെ അപ്പാർട്ട്മെൻറ്റിൽ വന്നിട്ട് ആൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഇൻസ്റ്റലേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ് 2-3 ദിവസമായിട്ട്. സോ നിങ്ങൾ എന്നോട് ക്ഷമീരി. ഓക്കെ, ഞങ്ങൾ വന്നിട്ട് ബേക്കറിയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മന്ത്ലി വന്നിട്ട് ഒരു പ്രാവശ്യം ബേക്കറി, പിന്നൊന്ന് KFC ഇങ്ങനെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇത് 2ാമത്തെ പ്രാവശ്യമാണ് ബേക്കറിയിൽ വന്നിരിക്കണമെന്ന്. അപ്പോൾ ഞാൻ നല്ല അഹങ്കാരത്തോടെ പറയാണ്, സ്പോൺസേർഡ് ബൈ ബിബിൻ ബാബു. എൻ്റെ ചേട്ടനാണ് വന്നിട്ട് എനിക്ക് മന്തി കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ വന്നിട്ട് ചേട്ടൻ വന്നിട്ട് പൈസ അയച്ചു തന്നു. അപ്പോൾ ഞാനത് അഹങ്കാരത്തോടെ പറയാണ്. പിന്നെ എനിക്ക് ഈ ഫുഡിനോടും ഫുഡ് കഴിക്കുന്നതിനോടും ഒന്നിനും ഒരു ഫോർമാലിറ്റി ഇല്ല. ഞാനിപ്പോൾ വേറൊരു വീട്ടിൽ പോയി, എനിക്ക് വിശക്കുന്നുണ്ടെങ്കിൽ എനിക്ക് വിശക്കുന്നുണ്ട്, അവരെന്തെങ്കിലും വേണമെന്ന് ചോദിച്ചാൽ വേണ്ടെങ്കിലും ഞാൻ ഇന്നത് വേണം, വെള്ളമാണെങ്കിൽ വെള്ളം തരുമോ ചോദിക്കും. കാര്യം എനിക്ക് ഫുഡിനോട് യാതൊരു രീതിയിലൊരു ഫോർമാലിറ്റി ഇല്ല. അതേപോലെ തന്നെ സ്ഥലം ഏതായാലും എനിക്ക് അവിടെ കംഫർട്ടായിട്ടിരിക്കണം. ഇതിപ്പോൾ മൂവിക്ക് പോയാലും ശരി, എനിക്ക് കംഫർട്ടായിട്ടുള്ള ലെവലിലിരിക്കണം. ഫുഡ് കഴിക്കുമ്പോഴാണെങ്കിലും എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ പോയി, ഇപ്പം കല്യാണത്തിന് പോയാലും എനിക്ക് ആ ചെയറിൽ ഞാൻ ചമ്പളം മടങ്ങിയിരിക്കണമെങ്കിൽ ഞാൻ ഇരിക്കും. എനിക്കതാണ് കംഫർട്ടായിട്ടിരുന്ന് ആസ്വദിച്ച് കഴിക്കണം. ഇരിപ്പ് ശരിയല്ലെങ്കിൽ നമുക്ക് സന്തോഷത്തോടെ ഫുഡ് കഴിക്കാൻ പറ്റില്ല. ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടേബിളിൽ വന്നിട്ട് സാലഡൊക്കെ മറിഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ പുതിയൊരു സ്റ്റാഫായിരുന്നു, അപ്പോൾ അവന് എക്സ്പീരിയൻസ് ഇല്ലാണ്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും സ്പൂണൊക്കെ ചോദിച്ചു വാങ്ങിച്ചു. പിന്നെ ഫുഡ് കഴിക്കുമ്പോഴും എന്നോട് പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട്, എന്തിനാ ഇത്രയും വാ തുറന്ന് കഴിക്കുന്നത്. പിന്നെ മുമ്പ് ഞാൻ ഫുഡ് കഴിക്കുമ്പോൾ ശബ്ദം കേൾക്കുമായിരുന്നു. അതൊക്കെ എന്നോട് പലരും ഇറിറ്റേഷനായിട്ടൊക്കെ പറയുമായിരുന്നു. പക്ഷേ എനിക്കതാണ് ഇഷ്ടം, അല്ലെങ്കിൽ എൻ്റെ രീതികളതാണ്. ഇപ്പോഴാണെങ്കിലും 2-3 പേരോട് ചോദിച്ചു, ഇത്രയും വാ ഓപ്പൺ ചെയ്തിട്ട് എന്തിനാണ് ഫുഡ് കഴിക്കണേ. അതെൻ്റെ ഇഷ്ടമാണ്, എൻ്റെ കംഫർട്ട്നെസ്സാണ്. എനിക്ക് കംഫർട്ടായിട്ടുള്ള രീതിയിലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അവരോട് ഞാൻ പറഞ്ഞില്ലല്ലോ നിങ്ങൾ ഇത്രയും വാ പൊളിച്ച് കഴിക്കണമെന്ന്. അതേപോലെ തന്നെ ഞാനിത് ആരോടാണ് പറയണതും എന്തിനാണ് പറയണതെന്നും കേൾക്കുന്നവർക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ എനിക്ക് നിങ്ങളോടും പറയണേ, നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം, ഏതാണോ ഇഷ്ടം, നിങ്ങൾ അതുപോലെ മാത്രം ചെയ്യുക. ആരും ഒന്നും ചോദിക്കാനും പറയാനും വന്നാലും തിരിച്ച് അതേപോലെ മറുപടി പറയുക. ഓക്കെ ഗൈസ്.